മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിയായിരിക്കട്ടെ. നമുക്ക് നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ എല്ലാ മേഖലകളെയും കർത്താവിന്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ, വിശുദ്ധ കുരിശിന്റെ അടയാളത്താല് ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിന്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിന്റെ കുരിശിന്റെ അടയാളത്താൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിന് കുരിശിന്റെ ചുവട്ടിൽ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളെല്ലാവരെയും അങ്ങയുടെ കുരിശു ബലശക്തിയാൽ വീണ്ടെടുത്ത് തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് അങ്ങയുടെ ശക്തമായ കോട്ടയുടെ സംരക്ഷണത്തിൽ ഞങ്ങളെ പൊതിഞ്ഞു പിടിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഇവിടെ ദൈവമക്കളെ, വിശുദ്ധ മിഖായേൽ മാലാഖയുടെയും എല്ലാ വിശുദ്ധരുടെയും മാലാഖമാരുടെയും സജീവ സാന്നിധ്യത്തില്, പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ ഔസേപ്പ് പിതാവിന്റെയും നേതൃത്വത്തില് നമുക്ക് ഒരുമിച്ച് ഈ സമയമായിരിക്കാം. നമുക്ക് ഒരുമിച്ച് ചേർന്ന് വിശുദ്ധ മിഖായേൽ മാലാഖയോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, സ്വർഗീയ സൈന്യങ്ങളുടെ പ്രതാപവാനായ പ്രഭു, ഉന്നത ശക്തികളോടും ഇരുളടഞ്ഞ ഈ ലോകത്തിലെ ഭരണകർത്താക്കളോടും ഉപരിതലങ്ങളിലെ ദുരാത്മാക്കളോടുമുള്ള യുദ്ധത്തിൽ ഞങ്ങളെ സഹായിക്കണമേ. ദൈവം സ്വന്തം ഛായയിൽ സൃഷ്ടിക്കുകയും വലിയ വില കൊടുത്ത് വീണ്ടെടുക്കുകയും ചെയ്ത മനുഷ്യരെ പിശാചിന്റെ ക്രൂര ഭരണത്തിൽ നിന്നും രക്ഷിക്കുവാൻ വരണമേ. അങ്ങയാണല്ലോ തിരുസഭ തന്റെ പരിപാലകനും സംരക്ഷകനുമായി സ്നേഹിക്കുന്നത്. കർത്താവ് രക്ഷിച്ച ആത്മാക്കളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ നിയുക്തനായിരിക്കുന്നത് അങ്ങ് തന്നെയാണല്ലോ. ആകയാൽ ഞങ്ങളുടെ പാദങ്ങളുടെ കീഴിൽ പിശാചിനെ അടിപ്പെടുത്തുവാൻ സമാധാനദാതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. അവൻ ഒരിക്കലും മനുഷ്യനെ വഞ്ചിക്കുകയോ കീഴ്പ്പെടുത്തുകയോ ചെയ്യാതിരിക്കട്ടെ. കർത്താവിന്റെ കാരുണ്യം ഞങ്ങളുടെ മേൽ പ്രത്യേകം ഉണ്ടാകുന്നതിനായി ഞങ്ങളുടെ യാചനകൾ അത്യുന്നതന് മുമ്പിൽ സമർപ്പിക്കണമേ. ദുഷ്ടജന്തുവും പഴയ സർപ്പവുമായ സാത്താനെയും അവന്റെ സൈന്യത്തെയും പിടിച്ചു കെട്ടി പാതാളത്തിൽ തള്ളിത്താഴ്ത്തണമേ. അവന് മേലിൽ ഒരിക്കലും ജനങ്ങളെ വേർതെറ്റിക്കാതിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. സ്വർഗത്തിന്റെ വലിയ സാന്നിധ്യ സംരക്ഷണത്തില് പ്രിയപ്പെട്ട മക്കളെ, നമുക്ക് നമ്മയും നമ്മുടെ മക്കളെയും പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയൊരു വിടുതലിന്റെ വിമോചനത്തിന്റെ മേഖല ഭയത്തിന്റെയും ഉത്കണ്ഠയുടെയും ഒരവസ്ഥയിൽ നിന്ന് മോചനം നമ്മുടെ മക്കൾക്ക് വേണം. നമുക്കറിയാം, ഭയം, ഉത്കണ്ഠ അത് കടന്നു വന്നാല് ആ ഒരു അരൂപി ഭയത്തിന്റെ ആത്മാവ് നമ്മുടെ മക്കളെ തകർത്തുകളി. ഭയപ്പെട്ടാൽ പിന്നെ നമുക്കറിയാം, നമ്മുടെ കഴിവ് പഠിക്കാൻ പറ്റില്ല, പരീക്ഷ എഴുതാൻ പറ്റില്ല, പഠിച്ച കാര്യങ്ങൾ മറന്നു പോകുന്നു, ആകെപ്പാടെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഇനി പരീക്ഷ തോറ്റു പോകുന്ന പേടി, അത് സ്ട്രെസ്സിലേക്ക്, ചില ഡിപ്രഷനിലേക്ക്, പല പല രോഗങ്ങളിലേക്ക്, അത് തന്നെ നമ്മുടെ യഥാർത്ഥമായ കഴിവും ശക്തിയും ഒക്കെ പ്രകടമാക്കാൻ സാധിക്കാതെ വരും. നമുക്കറിയാം, ഒരു ശത്രുവിന്റെ മുമ്പിൽ നമ്മൾ തോറ്റാൽ, ഇവൻ ഒരു മൃഗം, ഒരു പട്ടി അല്ലെങ്കിൽ ഒരു ഉപദ്രവിക്കുമെന്ന മൃഗം നമ്മൾ പേടിച്ചാൽ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ അവിടെ പരാജയപ്പെടും. എന്നാൽ ധൈര്യത്തോടു കൂടി നേരിടാൻ പറ്റിയാലോ, അത് ഭയങ്കര ശക്തിയാ. ഇവിടെ നമ്മൾ ശരിക്കും ചിന്തിക്കേണ്ട വിഷയം, നമ്മൾ ദൈവത്തിന്റെ മക്കളാണ്. 165 സ്ഥലത്ത് വിശുദ്ധ ഗ്രന്ഥത്തില് ദൈവം പറഞ്ഞിട്ടുണ്ട്, ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുത്. ദൈവം തന്റെ മക്കളോട് പറയാ, നിങ്ങൾ ഭയപ്പെടരുത്. അപ്പൊ ദൈവം അങ്ങനെ പറയുമ്പോ പിശാച് ചെയ്യുന്ന വലിയൊരു പ്രവൃത്തിയാണ് നമ്മെ ഭയപ്പെടുത്തുക. ഇനി ദൈവം ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ ദൈവം പറഞ്ഞ കാര്യമുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ, നിന്നെ സംരക്ഷിക്കാൻ, നിനക്ക് വിജയം തരാൻ, നിന്നെ ഒരിക്കലും നശിപ്പിക്കാതെ, നീ തകർന്നു പോകാതെ കാത്തു സൂക്ഷിക്കാൻ
നിന്നെ പൊതിഞ്ഞു പിടിക്കാൻ ഞാൻ നിന്റെ കൂടെയുണ്ട്. സക്രിയ 2:4 കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ നിനക്ക് ചുറ്റും അഗ്നി കൊണ്ട് കോട്ട കെട്ടി, നിന്റെ മധ്യം ഞാൻ നിന്റെ മഹത്വമായിരിക്കും. ഇനി 9-ാം അധ്യായത്തിൽ പറഞ്ഞത്, ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എന്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിന്ന് സംരക്ഷണം നൽകും, ഒരു ശത്രുവും അവയെ തൊടില്ല. അപ്പൊ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ പ്രോമിസ്, വാഗ്ദാനമാണ്, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഭയപ്പെടേണ്ട. അതുകൊണ്ട് ദാവീദ് പറഞ്ഞ 23-ാം സങ്കീർത്തനത്തില്, കർത്താവ് എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകത്തില്ല. ഇനി വീണ്ടും അതേ പറഞ്ഞത്, മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടി നടക്കേണ്ടി വന്നാലും ഞാൻ പേടിക്കില്ല, കാരണം കർത്താവിന്റെ കൂടെയുണ്ട്. ഇത് നമ്മുടെ ദൈവമക്കളുടെ ബലമാണ്. എന്നാൽ ഈ പിശാചിന്റെ സ്വഭാവം നമ്മെ പേടിപ്പിച്ച് ഭയപ്പെടുത്തി, നമ്മളെ പരിഭ്രമിപ്പിച്ച് ഉത്കണ്ഠപ്പെടുത്തിച്ച്, അതിന്റെ പേരില് നമ്മളെ കഴിവുണ്ടല്ലോ, ഒരു ശക്തി ഉണ്ടല്ലോ, ആത്മവിശ്വാസവും ധൈര്യവും പോയാ പിന്നെ നമ്മൾ എവിടെ തോറ്റു? അതുകൊണ്ട് നമ്മെ തോൽപ്പിക്കാൻ വേണ്ടി ഭയത്തിന്റെ ആത്മാവ്, ഉത്കണ്ഠയുടെ ആത്മാവ്, ആകുലതയുടെ ആത്മാവ് നമ്മെ നശിപ്പിക്കാനും തകർക്കാനും ശ്രമിക്കും. നമുക്ക് ജോബിനെ അറിയാം. ജോബിനെ ദൈവം അതുപോലെ അനുഗ്രഹിച്ച ജോബ്, അവന്റെ ജീവിതത്തിൽ നീതിമാനായിട്ട് അവൻ ജീവിച്ചു, ദൈവത്തിന് പ്രീതികരമായി ജീവിച്ചു. ആ ജോബിന്റെ പുസ്തകത്തില് 3-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വചനത്തില് ജോബ് തന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ഞാൻ ഭയപ്പെട്ടത് എന്റെ മേൽ വന്ന് പതിത്തിരിക്കുന്നു. അതൊരു ഞെട്ടിപ്പിച്ച വചനമാണ്. ഈ ജോബ് ആരാന്ന് നമുക്കറിയാം. ഈ ജോബ് പറയാ, ഇതൊക്കെ സംഭവിച്ചു, എല്ലാം നശിച്ചു, മക്കള്, വസ്തുവകകള്, പക്ഷിമൃഗാദികള്, അവസാന ശരീരം പോലും വ്രണം നിറഞ്ഞ് ചാരത്തി കിടക്കുന്ന സമയത്ത് ജോബ് പറയാ, ഞാൻ ഭയപ്പെട്ടത് എന്റെ മേൽ വന്ന് പതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടത്. എന്റെ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഒരു കാര്യം ഭയപ്പെട്ടാൽ ഒന്ന് തോൽക്കും, അല്ലെങ്കിൽ കിട്ടില്ല, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല, ഇതൊക്കെ വന്ന് ഭവിക്കും, എല്ലാം നഷ്ടപ്പെടും എന്നൊക്കെ നമ്മൾ പേടിച്ചാൽ അത് നമ്മുടെ മേൽ വന്ന് പതിക്കാൻ ഒത്തിരി സാധ്യതയുണ്ട്. കാരണം അത് അവിശ്വാസമാ. നമ്മൾ ദൈവത്തിന്റെ മക്കള് ഈ പിശാചിന്, ഭയത്തിന്റെ ആത്മാവിന് ഇടം കൊടുക്കരുത്. അങ്ങനെ വന്നാൽ പറയണം, വാർത്താവനിടയൻ, അവിടുന്ന് എന്റെ പരിപാലകൻ, അവിടുന്ന് എന്നെ സംരക്ഷിക്കും, പരിശുദ്ധാത്മാവിനെ സഹായിക്കും, സ്വർഗം എന്നെ സഹായിക്കും, പരിശുദ്ധമ്മന്റെ കൂടെയുണ്ട്, യൗസപിതാവിന്റെ കൂടെയുണ്ട്, സെന്റ് മൈക്കൽ മിഖായിൽ മാലാന്റെ കൂടെയുണ്ട്, സ്വർഗത്തിന്റെ സംരക്ഷണം കൊണ്ടിരിക്കും. അങ്ങനെ ഭയപ്പെടാതെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കണം. അങ്ങനെ സാധിക്കാതിരിക്കാൻ വേണ്ടി നമ്മിലും നമ്മുടെ മക്കളിലും പ്രവർത്തിക്കുന്ന അരൂപിയാണ് ഭയത്തിന്റെ, ഉത്കണ്ഠയുടെ ആത്മാവ്. ഇന്ന് അനേക മക്കളെ പരീക്ഷയിൽ തോൽക്കാനും, പരീക്ഷ എഴുതാണ്ടിരിക്കാനും, ഇന്റർവ്യൂ ഈ പേടിച്ചു വിറച്ച് വെപ്രാളപ്പെട്ട് പോയാണ്ടല്ലോ, അങ്ങനെ പേടിയും വെപ്രാളവും, പിന്നെ അതൊക്കെ പഠിച്ചത് മറന്നു, പിന്നെ ഓർക്കത്തില്ല, എല്ലാം എഴുതാൻ പറ്റത്തില്ല, സ്റ്റക്കായി പോവും. എന്നാല് ധൈര്യത്തോടെ ദൈവത്തിന്റെ സാന്നിധ്യം പോയാലോ, അതിന് ഈ ആത്മാക്കള് സമ്മതിക്കില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന വലിയ മേഖല, ഭയത്തിന്റെ ആത്മാവിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച്, ഉത്കണ്ഠയുടെ ആകുലത്തിന് ആത്മാവിനെ ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി ഒരു വിമോചനത്തിന് വേണ്ടി ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ വാഗ്ദാനം, കർത്താവിന്റെ ശക്തി, കർത്താവിന്റെ ആ അപ്രമാദിത്വം, കർത്താവിന്റെ അതിസ്വാഭാവികമായ കൃപകൾ നമ്മെ മുന്നോട്ട് നയിക്കും. സ്വർഗത്തിന്റെ സഹായം നമ്മെ ബലപ്പെടുത്തും. മാലാഖമാരുടെ പാളയമടിച്ചുള്ള കാവൽ നമുക്ക് സംരക്ഷണം നൽകും. അങ്ങനെ സ്വർഗത്തിന്റെ സഹായത്തില് ഭയപ്പെടാതെ ധീരതയോടെ മുന്നോട്ട് പോകാൻ, അങ്ങനെ ഏത് ശത്രുവിനെയും, ഏത് പരീക്ഷയും, ഏത് ഇന്റർവ്യൂവും, ഏത് രാജ്യങ്ങളും, ഏത് കടമകളും, ഏത് ജോലിയും, ഏത് ഉദ്യമങ്ങളും കർത്താവിൽ ധൈര്യത്തോടെ ചെയ്യാൻ വേണ്ട അഭിഷേകം നമ്മുടെ മക്കൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ മക്കൾ ഭയപ്പെടരുത്. ഭയപ്പെട്ടാൽ, ഭയത്തിന്റെ ആത്മാവ് അസ്വസ്ഥതപ്പെടുത്തിയാൽ, ആ ആത്മാവ് നമ്മുടെ ജീവിതത്തില് കയറി ഇടപെടാൻ സാധ്യതയുണ്ട്. അതാണ് ജോബ് പറഞ്ഞത്, ഞാൻ ഭയപ്പെട്ടത് എന്റെ മേൽ വന്ന് പതിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ മക്കളോട് പറയും, മക്കൾ അങ്ങനെ പറയരുത്, ഞാൻ തോൽക്കും, കിട്ടത്തില്ല, പരീക്ഷ പറ്റത്തില്ല, പഠിക്കാൻ പറ്റത്തില്ല, അങ്ങനെ പറയരുത്. ഞാൻ പഠിക്കും, എന്റെ ദൈവത്തിന്റെ സഹായത്താൽ ഞാൻ കോട്ടകൾ ചാടിക്കടക്കും, എന്റെ ദൈവത്തിന്റെ സഹായത്താൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും എന്ന് പറയുന്നുണ്ട്. ദൈവത്തിന്റെ പൈതല്, ദൈവത്തിന്റെ സഹായത്താൽ ഏത് സൈന്യനിരയെ ഞാൻ ഭേദിക്കും. ദാവീദ് ഗോലിയാത്തോട് പറഞ്ഞില്ലേ, ഞാൻ നിന്നെ തോൽപ്പിക്കും, ഇത് കർത്താവിന്റെ യുദ്ധ. ഗോലിയാത്തേ,
ഐ വിൽ ഡിഫീറ്റ് യു. തോൽപ്പിക്കും. ധൈര്യം കണ്ടോ? കർത്താവിൽ ബലമുള്ള മക്കളായിട്ട് മാറണം നമ്മുടെ മക്കള്. അതിനെ തടസ്സപ്പെടുത്തുന്ന മറ്റെല്ലാ ആത്മാക്കളെയും ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി ധീരതയോടെ എല്ലാം ചെയ്യാൻ നമ്മുടെ മക്കൾക്കിടയാകട്ടെ. ഏത് തിന്മയെ പരാജയപ്പെടുത്താൻ, ഏത് പ്രലോഭനത്തെ പരാജയപ്പെടുത്താൻ, ഏത് ദുശീലത്തെ പരാജയപ്പെടുത്താൻ, ആഭിചാര്യം, മന്ത്രവാദം, കൂടോത്രം എന്തു വന്നാലും ഭയപ്പെടാതെ കർത്താവിൽ ഉറച്ചു നിൽക്കാൻ ഒന്നും പഠിക്കരുത്. ചില ആൾക്കാർ പറയും ആ വീട്ടിൽ താമസിക്കാൻ പോലില്ല, അല്ല ഇതാണ്, അങ്ങനെ പല കാര്യങ്ങളും. ആഭിചാരമുണ്ട്, മന്ത്രവാദമുണ്ട്, അങ്ങനെ വഴിക്കുപോട്ടെ. എന്റെ കർത്താവിന്റെ കൂടെയാ, ഒന്നും എനിക്ക് ഏൽക്കില്ല. ആ ഇസ്രായേലിന് ആഭിചാര്യം, ക്ഷുദ്രവിദ്യ ഏൽക്കാത്ത പോലെ കർത്താവ് കൂടെയുള്ള യാക്കോബ് ദൈവജനം ഒരിക്കലും തോൽപ്പിക്കപ്പെടില്ല. അപ്പൊ ഭയപ്പെടാതെ ദൈവത്തെ കൂടെ നിർത്തി മുന്നോട്ട് പോകാൻ നമ്മുടെ മക്കൾക്കിടയാകട്ടെ, നമുക്കും ഇടയാകട്ടെ. നമ്മളിൽ പലരും പേടിച്ചിരിക്കുന്നത് നത്തിങ് ടു ഫിയർ, ഒന്നും പേടിക്കാനില്ല. കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പുറപ്പാട് 14:14. ഭയപ്പെടാതെ. ഭയപ്പെട്ട അവിടെ നമ്മുടെ ജീവിതം പരാജയപ്പെടും. രോഗങ്ങൾ കടന്നുവരും, തടസ്സങ്ങൾ കടന്നുവരും, ദുരന്തങ്ങൾ കടന്നുവരും. ഭയത്തിന്റെ ആത്മാവ് കയറി ഭരിക്കാൻ തുടങ്ങും. അവൻ അവസരം കൊടുക്കരുത്. ഭയപ്പെടരുത്, ഞാൻ നിന്റെ കൂടെയുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വലിയ പ്രാർത്ഥനയോടെ നമ്മൾ ഇന്ന് ആരാധനയിലേക്ക് പ്രവേശിച്ച് ഈ ഭയത്തിന്റെ ആത്മാവിനെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി പരിശുദ്ധാത്മാവിനാൽ കർത്താവിന്റെ സാന്നിധ്യ ശക്തിയാൽ നിറച്ചെടുക്കുവാൻ പ്രാർത്ഥിക്കാണ്. നമ്മുടെ മക്കളുടെ എല്ലാ പേടിയും ഭയവും മാറിപ്പോകട്ടെ. നമ്മുടെ മക്കൾ ധീരതയോടെ മുന്നോട്ട് പോകട്ടെ. മക്കൾ മാത്രമല്ല, നമ്മളും നമ്മുടെ കുടുംബങ്ങളും ഒരുപോലെ ധൈര്യത്തോടെ അഭിഷേകത്തോടെ മുന്നോട്ട് പോകാൻ ഇടയാകട്ടെ. നമുക്ക് വലിയ പ്രാർത്ഥനയോടെ ആരാധനായിരിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, എപ്പോഴും ഞങ്ങളുടെ കൂടെ ആയിരുന്നു കൊണ്ട് ഞങ്ങളെ സഹായിക്കുവാനും ഞങ്ങളെ സംരക്ഷിക്കുവാനും ഞങ്ങൾക്ക് ജീവൻ നൽകുവാനും എപ്പോഴും അങ്ങ് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ. ഈശോയെ, അങ്ങയോട് ചേർന്ന് അങ്ങയെ കൂടെ നിർത്തി ഞങ്ങൾ ജീവിച്ചാൽ ഞങ്ങളൊന്നിനെയും ഭയപ്പെടേണ്ടതില്ലെന്നുള്ള സത്യം അങ്ങ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരുന്നല്ലോ. പലവട്ടം അങ്ങ് ഞങ്ങളോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. എങ്കിലും കർത്താവേ, പലപ്പോഴും ഭയത്തിന്റെ അരൂപികള്, ഭയത്തിന്റെ ഉത്കണ്ഠയുടെ, ഭയത്തിന്റെ അരൂപികള്, ശക്തികള് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും പലപ്പോഴും കീഴ്പ്പെടുത്തുന്നു. കർത്താവേ, ഈ സമയം ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു, വലിയ വിടുതൽ നൽകി ഭയത്തിന്റെ ആത്മാക്കളെ, പേടിയുടെ ആത്മാക്കളെ, ഉത്കണ്ഠയുടെ ആത്മാക്കളെ എല്ലാ ശക്തികളോടുകൂടി നിർവീര്യമാക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് പുത്രസ്വീകാര്യത്തിന്റെ ധീരതയുടെ ആത്മാവിനാൽ നിറഞ്ഞ് ഞങ്ങൾ നയിക്കപ്പെടുവാൻ ഇടയാകട്ടെ. ഞങ്ങളുടെ മക്കൾ നയിക്കപ്പെടുവാൻ ഇടയാകട്ടെ. പലപ്പോഴും കർത്താവ്, ഞങ്ങളുടെ മക്കൾ ഭയപ്പെടുമ്പോ, അവർ പേടിച്ച് മാറി നിൽക്കുമ്പോ അതിന്റെ പിന്നില് ഞങ്ങളുടെ മക്കൾക്കുണ്ടായ തോൽവികള്, ചില അനുഭവങ്ങള്, ചില കുറ്റപ്പെടുത്തലുകള്, ലഭിക്കാതെ പോയതിന്റെ നൊമ്പരങ്ങള് ഒക്കെ ഉണ്ട് കർത്താവേ. എങ്കിലും കർത്താവേ, അങ്ങയുടെ മക്കളുടെ ജീവിതത്തില് അങ്ങ് ഇടപെടണം. ആ ഭയം മാറുന്ന രീതിയിൽ, ആ പേടിയും അതിന് കാരണമായ പല അനുഭവങ്ങളും സംഭവങ്ങളും മാറിപ്പോകുന്ന രീതിയിൽ ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ അങ്ങ് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് ഞങ്ങളുടെ മക്കളെ ഭയത്തിൽ നിന്ന് മാറ്റി വലിയ കരുത്തിലേക്കും വിശ്വാസത്തിലേക്കും അങ്ങയിലുള്ള ഉറപ്പിലേക്കും നയിക്കാനും കർത്താവേ, അതിലൂടെ ഞങ്ങളുടെ മക്കൾ എന്തു വന്നാലും ഭയപ്പെടാതെ ജീവിക്കാനും ഇടയാകട്ടെ. ആ ഒരു വലിയ അഭിഷേകം, ആ ഒരു വലിയ കൃപ ഞങ്ങളുടെ മക്കൾക്ക് നൽകണമേ. പരീക്ഷാ മേഖലയില്, ജോലി മേഖലയില്, അതോടൊപ്പം തന്നെ ഇന്റർവ്യൂ, മറ്റ് എല്ലാത്തിലും ഭയപ്പെടാതെ വലിയ കരുത്തോടെ ശക്തിയോടെ ജീവിക്കുവാൻ, അതിനെ അതിജീവിക്കുവാൻ, അതിനെ പരാജയപ്പെടുത്തുവാൻ ഞങ്ങളുടെ മക്കൾക്കും ഞങ്ങൾക്കും ഇടയാകട്ടെ. ജോബിനെ സംഭവിച്ച പോലെ ഭയപ്പെട്ടത് ഞങ്ങളുടെ മേൽ പതിക്കാതിരിക്കാൻ, ഭയപ്പെടാതെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അതിനായി വലിയ വിമോചനത്തിനു വേണ്ടി ഈ ബഹിഷ്കരണ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും അവന്റെ എല്ലാ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു,
ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. എല്ലാവരും നെറ്റിയില് വിശുദ്ധ കുരിശിനാല് മുദ്ര വെച്ചുകൊണ്ട് ഈ ബഹിഷ്കരണ പ്രാർത്ഥനയിലേക്ക് ഏറ്റവും സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അതിനു മുമ്പ് നമ്മുടെ വിശ്വാസം ഏറ്റു പറഞ്ഞുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ വിശ്വാസ പ്രമാണത്തിന് നമ്മെ നമ്മുടെ മക്കളെയും കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രനും പരിശുദ്ധാത്മാവാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നമ്മുടെ മക്കളെയും നമ്മുടെ കുടുംബത്തെയും വീട് മണ്ണ് എല്ലാം സമർപ്പിക്കാം. ഭയത്തിന്റെ എല്ലാ രൂപികളും ഉത്കണ്ഠയുടെ എല്ലാ ആകുലതയുടെയും എല്ലാ ഭയത്തിന്റെ ശക്തികളും നമ്മുടെ കുടുംബത്തെ നമ്മുടെ മക്കളെ വിട്ടുമാറിപ്പോകണം. ധൈര്യത്തോടെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് പുത്രസ്വീകാര്യത്തിന്റെ വീരത്വത്തിന്റെ ആത്മാവിനെയല്ല പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവ് സ്വന്തമായ കരുത്തോടെ നമ്മെ നയിക്കാൻ ഇടയാകട്ടെ. അതിനുവേണ്ടി എല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് തടസ്സപ്പെടുന്ന ഭയത്തിന്റെ ആത്മാക്കളും ശക്തികളും നിർവീര്യമാക്കപ്പെടാൻ വേണ്ടി ഈ ബഹിഷ്കരണ വിമോചന പ്രാർത്ഥനയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സർവശക്തനും പിതാവുമായ ദൈവത്തിന്റെ നാമത്തിലും പുത്രനും കർത്താവുമായ ഈശോ മിശിഹായുടെ നാമത്തിലും ജീവദായകനായ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടും കൂടെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലിന്റെയും മറ്റെല്ലാ മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും മധ്യസ്ഥയിൽ ആശ്രയിച്ചുകൊണ്ടും വിശുദ്ധ മാമോദീസായിലൂടെയും വിശുദ്ധ പൗരോഹിത്യത്തിലൂടെയും എനിക്ക് ലഭിച്ചിരിക്കുന്ന ആത്മീയ കൃപയിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് എല്ലാ ദുഷ്ടാരൂപികളോടും ദുഷ്ടശക്തികളോടും ഭയത്തിന്റെ ഉത്കണ്ഠയുടെ ആകുലതയുടെ എല്ലാ ആരൂപികളോടും ശക്തികളോടും ഞാൻ ആജ്ഞാപിക്കുകയും കൽപ്പിക്കുകയും ചെയ്യുന്നു. പൈശാചിക ശക്തികളെ, നാരകീയ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ ഈ മക്കളുടെ ജീവിതത്തിൽ ആദിവ്യാധികളും പീഡകളും ആപത്തുകളും അപകടങ്ങളും ദുഃഖങ്ങളും പരാജയങ്ങളും ദുരിതങ്ങളും തടസ്സങ്ങളും പാപവാസനകളും ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ, സ്വാധീനങ്ങളെ, മന്ത്രവാദങ്ങളെ, കൂടോത്രങ്ങളെ, സർപ്പദോഷങ്ങളെ, അശുദ്ധാത്മാക്കളെ, ശാപങ്ങളെ, കൈവീക്ഷ ശക്തികളെ, ഇസ്ലാമിക ജിന്നിന്റെയും ഹലാലിന്റെയും വശീകരണ യന്ത്രങ്ങളുടെയും ശക്തികളെ കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിലും ശക്തിയിലും അധികാരത്തിലും ആശ്രയിച്ചുകൊണ്ട് ഇവയെല്ലാം ഞാൻ ശാസിച്ച് ബന്ധിക്കുകയും നിർവീര്യമാക്കുകയും കർത്താവിന്റെ കുരിശിന്റെ പാദത്തിങ്കലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഇനിമേൽ ഇവയൊന്നും ഈ മക്കളെ അസ്വസ്ഥതപ്പെടുത്താതിരിക്കട്ടെ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. സർവശക്തനും പിതാവുമായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം യാചിക്കുന്ന ഈ മക്കളുടെ ആത്മാവിനെയോ മനസ്സിനെയോ ശരീരത്തെയോ ജീവിത സാഹചര്യങ്ങളെയോ ബന്ധിക്കുന്ന എല്ലാ തിന്മയുടെ ശക്തികളിൽ നിന്നും ഭയത്തിന്റെ സ്വാധീനത്തിൽ നിന്നും ശരീരത്തിൽ രോഗപീഠകളും മനസ്സിൽ ദുഷ്ചിന്തകളും ആത്മാവിൽ ദുരാഗ്രഹങ്ങളും ഭയവും ഉളവാക്കുന്ന എല്ലാ ശക്തികളിൽ നിന്നും എല്ലാ ദുശീലങ്ങൾക്കും ദുഷ്പ്രേരണകൾക്കും കാരണമായി നിൽക്കുന്ന എല്ലാ ദുഷ്ടാരൂപികളിൽ നിന്നും തിന്മയുടെ എല്ലാ സ്വാധീനത്തിൽ നിന്നും കർത്താവായ യേശുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ ഈ മക്കളുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും ചിന്തകളെയും ഓർമ്മകളെയും വികാരങ്ങളെയും ഞാൻ മോചിക്കുകയും കർത്താവിന്റെ സ്വന്തമായി ഇവരെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇനിമേൽ ഈ മക്കൾ കർത്താവെ അങ്ങയുടെ സ്വന്തമായിരിക്കട്ടെ,
അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഈ മക്കളിൽ ആവസിച്ച് അവിടുത്തെ വരദാന ഫലങ്ങളാൽ ഇവരെ നിറയ്ക്കട്ടെ. പുത്രസ്വീകാര്യത്തിന്റെ ആത്മാവെ ധൈര്യപ്പെടുത്തി ശക്തിപ്പെടുത്തി ഈ മക്കളെ അനുഗ്രഹിക്കണമേ. യേശുവിന്റെ തിരുരക്തം ഈ മക്കൾക്ക് സംരക്ഷണമായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാ മറിയത്തിന്റെയും വിശുദ്ധ യോസേപ്പ് പിതാവിന്റെയും വിശുദ്ധ മിഖായേൽ മാലാഖയുടെയും സകല മാലാഖമാരുടെയും വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും മാധ്യസ്ഥവും സാന്നിധ്യവും ഇവർക്ക് സംരക്ഷണമായിരിക്കട്ടെ. അങ്ങനെ ഇവർ എല്ലാവിധ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും മോചിതരായി അങ്ങേക്കും അങ്ങയുടെ പ്രിയപുത്രനും പരിശുദ്ധാത്മാവിനും എന്നും എന്നേരവും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുവാൻ ഇടയാവുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. കർത്താവേ, ദിവ്യകാരുണ്യത്തിൽ നിന്ന് അങ്ങയുടെ ശക്തി ഇപ്പോൾ എല്ലാ മക്കൾക്കും പ്രവഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭയത്തിന്റെ രൂപികൾ നിർവീര്യമാകട്ടെ, ഉത്കണ്ഠ രൂപികൾ നിർവീര്യമാകട്ടെ. ഒന്നും ഭയപ്പെടാതെ അങ്ങയുടെ മക്കൾ മുന്നോട്ട് പോകട്ടെ. കർത്താവെ, അതിനുവേണ്ടി അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് തടസ്സങ്ങൾ മാറ്റി കെട്ടുകൾ പൊട്ടിച്ച് ബന്ധനങ്ങൾ തകർത്ത് പരിശുദ്ധാത്മാവിനെ നിറച്ച് ധൈര്യത്തിന്റെ ആത്മാവിനെ നൽകി ഉറപ്പിന്റെ വലിയ ധീരതയുടെ ആത്മാവിനെ നൽകി ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവല്ലാത്ത ഈ പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവല്ലാത്ത മറ്റെല്ലാ ആത്മാക്കളും ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ, ജീവിതങ്ങളെ വിട്ടുമാറി പോകട്ടെ എന്ന് യേശുനാമത്തിൽ പൗരോഹിത്യ അധികാരത്തിൽ ഞാൻ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് ഇപ്പോൾ ദിവ്യകാരുണ്യത്തിൽ നിന്ന് അങ്ങയുടെ ശക്തി ഈ മക്കളുടെ മേൽ പ്രവഹിക്കട്ടെ. ഇപ്പോൾ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന മക്കള് ഏതെല്ലാം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ആ മക്കളിലേക്ക് കർത്താവ് അങ്ങയുടെ ശക്തി വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ, വ്യാപരിക്കട്ടെ. അങ്ങയിൽ നിന്ന് പുറപ്പെടട്ടെ. ജീസസ്, റിലീസ് യുവർ പവർ. ധൈര്യത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. കർത്താവ് എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും കുറവുണ്ടാകത്തില്ലെന്ന് പറയത്തക്ക വിധം അങ്ങയുടെ സാന്നിധ്യ ശക്തി അങ്ങയുടെ മക്കൾ അനുഭവിക്കട്ടെ. കർത്താവെ, ആരും കയറി ഇറങ്ങി നടക്കാതിരിക്കാൻ ഞാൻ എൻ്റെ ഭവനത്തിന് ചുറ്റും പാളയമടിച്ച് കാവൽ നിൽക്കുമെന്ന് പറഞ്ഞ കർത്താവെ, ആ വലിയ സാന്നിധ്യ ശക്തി അങ്ങയുടെ മക്കൾ അനുഭവിക്കട്ടെ. അങ്ങനെ കരുത്തോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ, ധൈര്യത്തോടെ മക്കൾ പരീക്ഷ എഴുതട്ടെ, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യട്ടെ, ജോലി ചെയ്യട്ടെ. എല്ലാ മേഖലകളും ഈ മക്കൾക്ക് അനുകൂലമാകട്ടെ. ഈ മക്കളും ഇവരുടെ കുടുംബവും ഇവരുടെ പ്രിയപ്പെട്ടവരും ഈ അഭിഷേകത്താൽ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവ്യാന സന്നദ്ധിയില് വലിയ അഭിഷേകത്തിന് വേണ്ടി ഇതാ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. വലിയ വിടുതലിലേക്ക്, വിമോചനത്തിലേക്കും കർത്താവ് നമ്മെ നയിച്ചതിനെ ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. നമ്മുടെ കുടുംബങ്ങൾ, നമ്മുടെ മക്കൾ, നമ്മൾ ജീവിക്കേണ്ട ജീവിതം കർത്താവിന്റെ കൂടെയാണ്. കർത്താവിന്റെ കൂടെ ഉണ്ടെങ്കിൽ ആരെനിക്കെതിരെ നിൽക്കും? റോമ 8:31. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും? ഒന്നിനും ആർക്കും പറ്റില്ല. കർത്താവ് ഈ അഭിഷേകം എല്ലാ മക്കളും നിറയട്ടെ. ഭയം മാറി, ഉത്കണ്ഠ മാറി, എല്ലാ ആകുലതയും നീങ്ങി ഞങ്ങളുടെ മക്കൾ പഠിക്കട്ടെ, എല്ലാം ചെയ്യട്ടെ, വിജയിക്കട്ടെ. നിയോഗങ്ങളും വ്യക്തിപരമായ പ്രാർത്ഥനകൾ സമർപ്പിച്ചുകൊണ്ട് ഈശ്വരാശീർവാദത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, വലിയ വിമോചനവും വിടുതലും കർത്താവ് നൽകുന്നുണ്ട് കേട്ടോ. അതെല്ലാം സ്വീകരിച്ച് നന്ദി പറഞ്ഞ് എല്ലാവരും പ്രാർത്ഥിക്കുക. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകീശോയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്കേ എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ എല്ലാവരും പരസ്പരം പ്രാർത്ഥിക്കണം കേട്ടോ.
നമ്മൾ അനുഭവിക്കുന്ന അതേ പ്രശ്നങ്ങൾ, സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന അനേക മക്കളുണ്ട്. ആ മക്കൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കൂട്ടായ്മയിലായിരിക്കുന്ന എല്ലാവരും ഈ കൂട്ടായ്മയെ കണ്ട് ഒരു കുടുംബമാണ് കാർമൽ മീഡിയ കുടുംബം. നമ്മൾ ഒരുമിച്ചാണ് പ്രാർത്ഥിക്കുന്നത്. വിമോചന പ്രാർത്ഥന പങ്കെടുക്കുന്ന എല്ലാവരും ഒരു കുടുംബം പോലെ പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ചും ഇന്നിവിടെ ധ്യാനം ആരംഭിക്കുകയാണ്. അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുക. ധ്യാനത്തിൽ വന്നിരിക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം ഈ ശുശ്രൂഷ അനേക മക്കളിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ അനേകർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഉന്നതമായ അഭിഷേകത്തിൽ ഈ ശുശ്രൂഷ അനേക മക്കൾക്ക് വിടുതലിനും വിമോചനത്തിനും സൗഖ്യത്തിനും കർത്താവിന്റെ ശക്തമായ ഇടപെടലിനും കാരണമാകട്ടെ. ഈശോയെ, അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കണമേ. ആമേൻ.